عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. സൂറത്തുൽ അഅല വിശുദ്ധ ഖുർആനിലെ 87-ാമത്തെ ചാപ്റ്റർ നമ്പർ 87. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبح اسم ربك الأعلى. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്യുന്നതനായ അല്ലാഹുവിൻ്റെ നിന്റെ റബ്ബായ അത്യുന്നതനായ റബ്ബിൻ്റെ നിന്റെ റബ്ബായിട്ടുള്ള അത്യുന്നതൻ്റെ നാമധേയത്തിൽ പ്രകീർത്തനങ്ങൾ. സബ്ബിഹിസ്മ അള്ളാഹുവിനെ പ്രൈസ് ചെയ്തുകൊണ്ട് അള്ളാഹുവെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള തുടക്കം. എന്നിട്ട് പറയാ അള്ളാഹിൻ്റെ ക്വാളിറ്റി പറയാണ് അല്ലദീ ഖലഖ ഫസവ്വ, എല്ലാറ്റിനെയും സൃഷ്ടിച്ച സർവ്വതിൻ്റെയും സൃഷ്ടിപ്പ് നടത്തി അതിൻ്റെ ഫസവ്വ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ കുറ്റമറ്റ രീതിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മുടെ ശരീരമാവട്ടെ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്കൊരു കുറവ് കണ്ടെത്താൻ സാധിക്കില്ല. അത് വിശുദ്ധ ഖുർആൻ്റെ തന്നെ പലയിടങ്ങളിലും അതുണ്ട്. നമ്മൾ നെഗറ്റീവായിട്ട് അള്ളാഹിൻ്റെ സൃഷ്ടിപ്പിലേക്ക് ഈ സൂര്യൻ്റെ കാര്യം, അതിൻ്റെ ഭ്രമണപഥങ്ങൾ, അല്ലെങ്കിൽ ആകാശലോകത്തെ, അല്ലെങ്കിൽ കടൽ ആലോചിച്ച് നോക്കുക, ഇവിടെ മഴ പെയ്യുന്നതിനെ പറ്റി, ഇതെന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഇതിങ്ങനെയല്ല വേണ്ടിയിരുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. നമ്മുടെ ശരീരത്തെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കൂ. കണ്ണ് അവിടെ അല്ല, സ്ഥലം ഒന്ന് മാറ്റി നോക്കൂ. നമ്മളൊന്ന് വെറുതെ ഇമാജിൻ ചെയ്ത് നോക്കുക, വെറുതെ ഒന്ന് ഭാവനാത്മകമായിട്ട് ആലോചിച്ച് നോക്കുക. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ സമയം പോകാമെന്നല്ലാതെ അതിൽ വേറെ ഒന്നും സംഭവിക്കാനില്ല. മൂക്ക് അവിടെ നിന്ന് മാറ്റി വേറെ സ്ഥലത്ത് വെക്കണം, നാവ് പല്ലിൻ്റെ ഇടയിൽ നിന്ന് മാറ്റി വേറെ സ്ഥലത്ത് ഫിറ്റാക്കണം, നടക്കൂല. നമ്മൾ വെറുതെ ആലോചിച്ച് സമയം പോകാമെന്നല്ലാതെ ഒന്നുമില്ല. പണ്ടൊരു ആൾ പറഞ്ഞു, മൂക്ക് ഇങ്ങനെയല്ല, മേലോട്ടാണെങ്കിൽ താഴെ നിന്നുള്ള പൊടിപടലങ്ങളൊക്കെ കീറുന്ന ഒഴിവായി കിട്ടുമായിരുന്നു, മേലോട്ടാണ് മൂക്കിൻ്റെ തുള വേണ്ടതെന്ന് വെറുതെ രസകരമായിട്ട് പറയാം. പക്ഷേ കുളിക്കുന്ന സമയത്ത് മൂക്കിലേക്ക് വെള്ളം കയറാൻ വേറെ എന്തെങ്കിലും പണിയുണ്ടോ? ഇത് നമ്മൾ എന്താലോചിച്ചു. പണ്ട് ഒരു രസകരമായിട്ടൊരു കഥയുണ്ട്. ഒരു മനുഷ്യൻ ഒരു നെല്ലിക്ക മരത്തിൻ്റെ ചോട്ടിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അയാളെ കാലിൻ്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ ഈ തണ്ണിമത്തനുണ്ട്, വാട്ടർമെലൺ, ബത്തക്ക. അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ മനുഷ്യൻ ഇങ്ങനെ വെറുതെ പറയാം, ദൈവം എന്തൊരു വിഡ്ഢിപ്പണിയാണ് ഈ ചെയ്തിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു തീർന്നില്ല. അപ്പോൾ ഒരു നെല്ലിക്ക നേരെ ഇയാളെ തല നെറ്റിയിൽ വന്ന് വീണു. നല്ല വേദന ഉണ്ട്, മരത്തിൻ്റെ മേലെ നിന്ന് വീണല്ലേ. അപ്പോൾ ഇയാൾ പഠിച്ചവനെ, ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയല്ലോ. കാരണം ഇദ്ദേഹം ചിന്തിച്ചത് ചെറിയ വള്ളിച്ചെടിയിൽ വലിയ വത്തക്ക, വലിയ വാട്ടർമെലൺ, ഈ വലിയ മരത്തിൽ ചെറിയ നെല്ലിക്ക, ഇത് തിരിച്ചല്ലേ വേണ്ടതെന്ന് ആലോചിച്ചതായിരുന്നു. അപ്പോൾ തന്നെ പണി കിട്ടി. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ഭൂമിയുടെ പ്രപഞ്ചത്തിലെ ഏതൊരു കാര്യത്തിലും നമുക്കത് സാധ്യമല്ല, ഇമാജിൻ ചെയ്യാൻ പോലും സാധ്യമല്ലാത്ത വിധം അള്ളാഹു അത്രയും നല്ല രീതിയിൽ ഇതിൻ്റെ സൃഷ്ടിപ്പ് നടത്തിയിട്ടുണ്ട്. സൃഷ്ടിപ്പ് നടത്തിയ മാത്രമല്ല, ഫഖദ്ദറ ഫഹദ, ആ സൃഷ്ടിപ്പിനെ വേണ്ട വിധത്തിലുള്ള ഗൈഡൻസും കൊടുത്തിട്ടുണ്ട്. തേനീച്ചക്ക് തേൻ എവിടെ നിന്ന് എടുക്കണമെന്ന് ഗൈഡൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഭൂമിയിലെ പ്രപഞ്ചത്തിലെ സകലമാന ജീവികൾക്കും ഒരു മൃഗത്തിൻ്റെ കുട്ടി, മനുഷ്യക്കുട്ടിയല്ല, ഒരു ആനിമൽ പ്രസവിച്ച ഉടനെ അതിന് വേണ്ട ഗൈഡൻസ്. ഒരു പുഴ, സാൽമൺ മത്സ്യത്തിൻ്റെ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? പിന്നെ ദേശാടന കിളികൾ എത്ര ദേശാന്തരം ചെയ്തിട്ട് പറന്നു പോകുന്നതും അവിടെ പോയിട്ടും, പിന്നെ ചില മത്സ്യങ്ങൾ ചില സമുദ്രജലത്തിൽ ശുദ്ധജലത്തിൽ നിന്ന് മാറി എവിടെ വരുന്നതും അങ്ങോട്ട് പോകുന്ന അവരുടെ പ്രജനന രീതിയും ഈ ആവാസ വ്യവസ്ഥയും ഇതൊക്കെ അള്ളാഹു വളരെ നല്ല രീതിയിൽ കഴിവുറ്റ രീതിയിൽ മികവുറ്റ രീതിയിൽ സംവിധാനിച്ചിട്ടുണ്ട്. മാത്രമല്ല വല്ലദീ അഖ്റജൽ മർആ, മാഷാ അല്ലാഹ്, ഈ പറഞ്ഞു കൊണ്ടുവരുന്ന ഇതിൻ്റെ ഒരു സാഹിത്യ രീതിയുണ്ട് വിശുദ്ധ ഖുർആൻ്റെ. എന്നിട്ട് വല്ലദീ അഖ്റജൽ, ഇങ്ങനെ ഇപ്പം ആനിമൽസിനെ ഉണ്ടാക്കുക മാത്രമല്ല, അഖ്റജൽ മർആ, അവർക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള മേച്ചിൽപ്പുറങ്ങൾ, അവർക്ക് താമസ സ്ഥലങ്ങൾ, വാസയോഗ്യമായ ആവാസ സംവിധാനങ്ങൾ, ഇവിടെ ഭക്ഷണം കഴിക്കാൻ, അവർക്ക് ഇരയെ തേടാൻ, നിങ്ങൾ ആലോചിച്ച് ഇവരൊക്കെ സംവിധാനം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഭൂമിയിൽ. ഫജഅലഹു ഗുസാഅൻ അഹ്വ, എന്നിട്ട് അതിനെ ചപ്പുചോറ് പോലെ ആക്കും ചെയ്യുന്നുണ്ട്. ജീവജാലങ്ങളാവട്ടെ അതൊക്കെ മരിച്ച് മണ്ണോട് ചേരുന്നുണ്ട്. സസ്യലതാദികൾ, ഇവിടെയുള്ള ചെടികൾ, ഇതൊക്കെ അതിൻ്റേതായ മണ്ണോട് ചേരുന്ന ഇവിടുത്തെ ആവാസ വ്യവസ്ഥയുമായിട്ട് ആ ഒരു സൈക്ലിംഗ് ഇങ്ങനെ നടന്നുകൊടുക്കുകയാണ്. നമ്മൾ വെറുതെ വീടിൻ്റെ പുറത്തേക്ക് നോക്കിയാൽ കാണുന്ന പച്ച ഇലകൾ, മരങ്ങൾ, ഗ്രീനിഷ് ആയിട്ടുള്ള, ഇതൊക്കെ ഇക്കൊല്ലത്തെ അല്ല അടുത്ത കൊല്ലം
ഇതൊക്കെ മാറുന്നുണ്ട്, ചെടികൾ മാറുന്നുണ്ട്. നമ്മൾ തന്നെ 10-25 വയസ്സുള്ളവരോ 30-40 വയസ്സുള്ളവർ ഏത് ചെടിയാണ്, ഏത് മരമാണ് ഇപ്പോൾ അവിടെ അതേ പ്രായമുള്ളതുള്ളത്, ഒക്കെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പ്രകൃതി മാറി, എല്ലാം മാറി, രൂപമാറ്റം വരുന്നു, എല്ലാം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പറയാം എന്ന് വെച്ചാൽ ഇവിടെ ഒരു വലിയൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അള്ളാഹുവിനെ പ്രകീർത്തിക്കുക. സുബ്ഹാനല്ലാഹ്. നമ്മളിതൊക്കെ കാണുമ്പോൾ, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് കാണുമ്പോൾ, നമ്മളോട് സീറു ഫിൽ അർള് എന്ന് പറഞ്ഞില്ലേ, യാത്ര ചെയ്യാൻ, ഒരുപാട് യാത്ര ചെയ്യാൻ പറഞ്ഞില്ലേ വിശുദ്ധ ഖുർആൻ. അള്ളാഹു പറഞ്ഞതാണ്, നിങ്ങൾ മുൻകഴിഞ്ഞു പോയ സമുദായങ്ങൾ, ആദ്, സമൂദ്, ഇറം ഗോത്രങ്ങളുടെ, ഫിർഔന്റെ അല്ലേ സ്വച്ഛാധിപതി, ഞാനാണ് വലിയ രാജാവ് എന്ന് പറഞ്ഞ, അന റബ്ബുക്കുമുൽ അഅല എന്നൊക്കെ പറഞ്ഞ് വലിയ ഒരു തമാശയായിട്ട് ഒരു പിന്നെ പറയും, അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ഏറ്റവും വലിയ രാജാവ്, ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞു നടന്ന മനുഷ്യൻ ഫിർഔൻ നീന്താൻ പോലും പറ്റില്ല, മുങ്ങി ചത്തുപോയി. ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കണം, അറിയണം. ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതിൻ്റെ സൃഷ്ടിപ്പിലേക്ക്, എന്നിട്ട് അള്ളാഹിനെ പരിശുദ്ധിപ്പെടുത്തുക, അതിനുള്ള സംവിധാനം. അപ്പോൾ ഇവിടെ അതൊക്കെ സൃഷ്ടിച്ചത് വിടുകയല്ല ചെയ്തത്, സൂര്യനെ ഉണ്ടാക്കിയത് വിട്ടല്ല, അതിൻ്റെ ഭ്രമണപഥം നിശ്ചയിച്ചു കൊടുത്തു, അതിൻ്റെയൊക്കെ സംവിധാനങ്ങൾ ചെയ്ത്, എല്ലാറ്റിനെയും കുറ്റമറ്റ രീതിയിൽ സൃഷ്ടിച്ച് സംരക്ഷിച്ച് അതിൻ്റെ സംവിധാനങ്ങൾ ചെയ്ത് അതിനെ നശിക്കേണ്ട അവസ്ഥയിലേക്ക് ആക്കുന്നതുമൊക്കെ അള്ളാഹ് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നബിയെ സനുഖുരിഉക ഫലാ തൻസ, നീ മറന്നുപോകില്ല, നീ വിസ്മരിക്കൊന്നുമില്ല. നീ ഖുർആൻ ഇങ്ങനെ ധൃതി പിടിച്ച് ഓതേണ്ട കാര്യമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഖുർആൻ മറന്നു പോകുമെന്ന്, ഇപ്പം ആയത്തുകൾ ഒന്നിച്ച് ഇങ്ങനെ കൂടുതലായിട്ടൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എഴുതി വെക്കാൻ നബി സല്ലല്ലാഹു അറിയില്ല. അതുകൊണ്ട് തന്നെ അതിങ്ങനെ മെമ്മറൈസ് ചെയ്ത് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക ചെയ്യാം. അന്നന്ന് പോയി സഹാബത്തിന് ഓതിക്കൊടുക്കുകയും അത് എഴുതി വെക്കാൻ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഓതുന്ന സമയത്ത് തന്നെ സൂക്ഷ്മതയോടുകൂടി വീണ്ടും നാവ് ഇങ്ങനെ ചലിപ്പിച്ചിട്ട് ഓതുകയാണ്. അപ്പോൾ അതുകൊണ്ട് പറയാണ്, പേടിക്കേണ്ട, അതിൻ്റെ ഉത്തരവാദിത്വം ഐ ആം ദ റെസ്പോൺസിബിൾ പേഴ്സൺ എന്ന് പറയുന്ന രീതിയിൽ അള്ളാഹു അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. ഇല്ല മാഷാ അല്ലാ, ഞാൻ ഉദ്ദേശിച്ചാലല്ലാതെ ഒരു ചെറിയ കാര്യം ജഹർ വയഹ്ഫ, ഒരു എത്രയും ന്യൂനമായ ഒരു കാര്യമാവട്ടെ വലുതാവട്ടെ, നീ മറന്നു പോകണമെങ്കിൽ അത് ഞാൻ വിചാരിക്കണം. ഇല്ല മാഷാ അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ ഓന് യസ്റു കലിൽ യുസ്ര, കാര്യങ്ങളൊക്കെ എളുപ്പമാവും, നീ പേടിക്കേണ്ട, അതൊക്കെ ഈസിയാണ്. ഏറ്റവും നല്ല ലളിതമായ രീതിയിലേക്ക് കാര്യങ്ങൾ പര്യവസാനം എളുപ്പമാകും. അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട, വിഷമിക്കേണ്ട. ഫദക്കിർ ഇൻ നഫഅതി ദിക്ര, നീ നിൻ്റെ ജോലി തുടരുക. എന്താ ജോലി? നീ ഉത്ബോധനം തുടരുക, പ്രവർത്തനങ്ങൾ മുഴുകുക. അത് പ്രയോജനപ്പെടുന്നവരുടെ അടുത്ത് പോയാൽ മതി. വെറുതെ കാഫിറുകളും മുശ്രിക്കുകളുമായ ഒരിക്കലും അങ്ങോട്ട്. അപ്പോൾ എല്ലാവരിലേക്കും സമീപിക്കാം. പക്ഷേ ചില ആളുകളുണ്ട്, അവരെ നമുക്ക് ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, സൂറത്തുൽ ബഖറയിലെ 2ാമത്തെ പേജിൽ നമ്മൾ ചർച്ച ചെയ്തല്ലോ, കാഫിറുകളുടെ ഒരു മാനസികാവസ്ഥ. ഖത്തമല്ലാഹു അലാ ഖുലൂബിഹിം, അവരങ്ങോട്ട് പറഞ്ഞാൽ സംഗതി മനസ്സിലാവില്ല, അവർക്ക് അത് ഉൾക്കൊള്ളാനുള്ള ശേഷി അവരുടെ ഖൽബിലില്ല, അത് മൂടി വെച്ച പോലെയാണ്. ഓക്കെ, അതുകൊണ്ട് അവരോടടുത്ത് പോയിട്ട് കാര്യമില്ല. സയദ്ദക്കറു മൻ യഖ്ഷ, എന്നാൽ ഖുശൂഉള്ള ആളുകൾ, പടച്ചവനെ കാണാതെ തന്നെ ഭയപ്പെടുന്നവർ, അത് മുസ്ലിങ്ങൾ മാത്രമല്ല കേട്ടോ, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അകത്തുള്ളവർ മാത്രമല്ല, മറ്റ് ഇതര ദൈവവിശ്വാസികൾ, മതവിശ്വാസികൾ, യഥാർത്ഥ ദൈവവിശ്വാസികൾ, അത് ഏത് സമുദായത്തിൽപ്പെട്ടവരായാലും യഥാർത്ഥ ദൈവവിശ്വാസികൾക്ക് ഈ ഉത്ബോധനങ്ങൾ ഫലം ചെയ്യുന്നതാണ്. അത് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ്. സന്യാസി മഠങ്ങളിൽ, അതുപോലെ തന്നെ സന്യാസിമാരുമായിട്ട്, അതുപോലെ ക്രൈസ്തവ മിഷണറി പ്രവർത്തനങ്ങളിൽ മുഴുകുന്ന ആളുകളുമായിട്ട്, പ്രത്യേകിച്ച് ചർച്ചിൽ തന്നെ എനിക്ക് പല ക്ലാസ്സുകളിലൊക്കെ അറ്റൻഡ് ചെയ്യേണ്ട എൻ്റെ ജീവിതത്തിൽ അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടേക്കുള്ള ആളുകൾ വളരെ എന്താ പറയുക, യാഥാസ്ഥിക ക്രൈസ്തവ വിശ്വാസികൾ, അതുപോലെ യാഥാസ്ഥിക ഹൈന്ദവ വിശ്വാസികൾ, വേദം അനുസരിച്ച് ജീവിക്കുന്ന, നമ്മൾ സത്യ ക്രിസ്ത്യാനികൾ എന്ന് പറയില്ലേ, അല്ലെ സത്യ ഹിന്ദു, യഥാർത്ഥ ഹൈന്ദവ വിശ്വാസികൾ എന്ന് പറയും. അങ്ങനെയുള്ള ആളുകളുമായിട്ട് ജീവിതത്തിൽ ഒരുപാട് ബന്ധപ്പെടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് അവസരം, അതൊക്കെ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ ജീവിക്കുന്ന, പ്രത്യേകിച്ച് ഞാൻ ഡൽഹിയിൽ പോയ സമയത്ത് ഒരു വിവേകാനന്ദ സ്വാമികളുടെ ആ ഒരു വഴിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഒരു മെയിൻ ഫോളോവറാണ്. പക്ഷെ അദ്ദേഹം എന്ത് മനോഹരമായിട്ടാണ് കാര്യങ്ങൾ നമ്മൾ പറയുന്നതിനെ അവർ ഉൾക്കൊള്ളുന്നു, അവരിത് അള്ളാഹുവിനെ മനസ്സിലാക്കും. നമ്മൾ അള്ളാഹുവിനെ ഈ അറബ് പദം നമ്മൾ അറബ് പദം ഉപയോഗിക്കുമ്പോഴാണ് വിഷയമുള്ളത്. നമ്മൾ അറബി വാക്കുകൾ ഉപയോഗിക്കാതെ ഒന്നെങ്കിൽ ഹിന്ദിയിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ മലയാളത്തിലോ സംസാരിച്ച തീരാവുന്ന അകലമേ ഉള്ളൂ നമ്മളോ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിൽ. പിന്നെ തൗഹീദിൻ്റെ വിഷയത്തിലാണ്, അത് അറിവുള്ളവരായിട്ട് സംസാരിച്ചാൽ അവരെന്നെ സമ്മതിച്ചു ചെയ്യും. അറിവുള്ള ഒരു ക്രിസ്ത്യാനിയോട് ഏകദൈവമാണ് ഉള്ളത് എന്ന് അറിവുള്ള ഒരു വ്യക്തമായ
അറിവിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന എത്രയോ ജൂതന്മാർ തന്നെ ഉണ്ട്. ജൂതന്മാരിൽ നല്ലൊരു ജൂതന്മാർ ഏകദൈവവിശ്വാസികളാന്നുള്ള കാര്യം നമ്മളൊരിക്കലും വിസ്മരിച്ചു പോകരുത്, നമ്മൾ മറന്നു പോകരുത് ആ കാര്യം. കാരണം അവരൊരിക്കലും ബഹുദൈവ ആരാധകരായിരുന്നില്ല. ചരിത്രത്തിലും അങ്ങനെയല്ല, ഇന്നും അങ്ങനെയല്ല. ഇന്നും ഇസ്രായേലിൽ ബഹുദൈവ അമ്പലങ്ങളില്ലല്ലോ, ഏകദൈവ വിശ്വാസികളാണ് അവരൊക്കെ. അവരൊക്കെ അള്ളാഹുവിൽ തന്നെയാണ് വിശ്വസിക്കുന്നത് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പം അത് പ്രയോജനപ്പെടുന്ന ആളുകൾ ഖുശൂഅ ഖൽബിലുണ്ടോ, ദൈവിക ഭയവും ദൈവിക ബോധമുള്ള മനുഷ്യന്മാർക്ക് ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. ഒരു ദൈവിക ബോധമുള്ള ഒരു മനുഷ്യന് ഒരിക്കലും തീവ്രവാദിയാകാൻ സാധിക്കില്ല. ഇതര മതസ്ഥനെ കൊല്ലാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഹനിക്കാനോ ഒരാളോട് അക്രമം കാണിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. യഥാർത്ഥ ദീൻ ഉൾക്കൊണ്ട് ഈ ഖുർആനൊക്കെ വ്യത്യസ്തമായ രീതിയിലുള്ള പരിഭാഷകൾ നടക്കുകയും ഇതിനൊക്കെ ദുരുപയോഗം ചെയ്യുന്ന ആളുകളുണ്ട്, നാട്ടിലുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഡയറക്റ്റ് മീനിങ് എടുക്കാൻ പാടില്ല. ഡയറക്റ്റ് മീനിങ് ഇതിനൊക്കെ സാഹചര്യങ്ങളുണ്ട്. വാക്കുകൾ വളച്ചൊടിച്ച് പറയാനും പറ്റില്ല. അതിൻ്റെ അവതരണ പശ്ചാത്തലം പഠിച്ചിട്ട് മാത്രമേ അതിൻ്റെ തഫ്സീറിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. വയത്തജൻ കാരണം ഇത് കാലികമായിട്ട് വായിക്കും വേണം. എന്നാൽ 6-ാം നൂറ്റാണ്ടിലെ കഥയല്ല ഇന്ന്. കാലികമായ വായന ആവശ്യമാണ്. അതിൻ്റെ ഒരു ജിത്തിഹാദിൻ്റെ വഴി തന്നെയാണ് നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ശരിയായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ അള്ളാഹു എങ്ങനെയാണോ ജനങ്ങളിലേക്ക് ഉദ്ദേശിച്ചത്, മനുഷ്യരിലേക്ക് ആ രീതിയിൽ ഇതിനെ സംസാരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന ദുആയോടെ വീണ്ടും തുടരുകയാണ്. സനഖുരിഉക ഫലാ തൻസ, നീ പേടിക്കേണ്ടതില്ല, നീ വിഷമിക്കണ്ട. നീ എന്ത് കാര്യത്തിനാണോ വിഷമിക്കുന്നത് അതിൽ വിഷമിക്കേണ്ടതില്ല. അള്ളാഹു ഉദ്ദേശിച്ചാൽ ഏത് കാര്യം മറക്കണം എന്ന് അള്ളാഹ് ഉദ്ദേശിച്ചാൽ അള്ളാഹു അത് മറപ്പിക്കും. എല്ലാത്തൊക്കെ അവിടെ നിലനിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ എളുപ്പമാവും. നീ ഉത്ബോധനം തുടരുക, പ്രബോധന പ്രവർത്തനം തുടരുക. അത് അള്ളാഹിൽ ഭയപ്പെടുന്നവർ ആ വഴിയിലേക്ക് വരും. വയതജന്നബുഹൽ അഷ്ഖ എന്നിട്ട് ഏറ്റവും ദൗർഭാഗ്യമുള്ള ആളുകൾ ആര്? കാഫിറുകളും സത്യനിഷേധികളായ ആളുകൾ അതിൽ പെട്ടുപോകും. അവർ ഈ വഴിയിലേക്ക് വരില്ല. അല്ലാതെ യസ്ലന്നാറിൽ കുബറ, അവർ നരകത്തിലേക്ക് കത്തിക്കാളുന്ന നരകത്തിൽ ഈ നാർ തന്നെ പിന്നെ വലിയ കുബറ എന്ന് പറഞ്ഞാൽ വലിയ തീ എന്നാണ്. കബർ ഏറ്റവും കബീർ, ആ വലിയ തീയിൽ അവർ എരിയുന്നതാണ്. സുമ്മലാ യമൂത്തു ഫീഹാ വലാ യഹ്യ. അവിടെ ഇതൊക്കെ പറയുമ്പോൾ നിസ്സാരമായിട്ട് കാണരുതേ. സുമ്മലാ യമൂത്തു ഫീഹാ വലാ യഹ്യ. അവിടെ മരണമില്ല, അവർ മരിക്കൂല. നരകത്തിൽ മരണമില്ല, സ്വർഗത്തിലും മരണമില്ല. സ്വർഗത്ത് മരണമില്ലാത്തത് അനുഗ്രഹമാണ്. കാരണം ഖാലിദീന ഫീഹ, നിത്യവാസമാണ്. പെർമനൻ്റായിട്ട് സ്വർഗത്തിൽ ജീവിക്കാനുള്ള സൗഭാഗ്യമാണ് സ്വർഗാവകാശികൾക്ക് കിട്ടുക. പക്ഷേ സുമ്മലാ യമൂത്തു ഫീഹ വലാ യഹ്യ എന്ന് പറഞ്ഞത് നരകത്തിലാണ്. അപ്പോൾ വലാ യഹ്യ ജീവിതമില്ല സ്വർഗത്തിൽ, അല്ല നരകത്തിൽ ജീവിതമല്ല പറഞ്ഞാൽ മരണം എന്തായാലും ഇല്ല. പിന്നെ അങ്ങനെ ശിക്ഷ അനുഭവിക്കുന്ന നാർ, ഏറ്റവും ഭയാനകമായ അവസ്ഥയാണ് നരകം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിലെത്താതെ അള്ളാഹു നമ്മളെ കാക്കട്ടെ, നരകത്തിലെത്താതെ. അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണല്ലോ നമ്മൾ ഈ സംസാരം കേൾക്കുന്നതും പറയുന്നതും. അള്ളാഹു അതിൽ നമ്മളൊക്കെ കേൾക്കുന്നവരെയും പറയുന്നവരെയും നമ്മൾ ഒരുമിച്ച് സ്വർഗത്തിൽ കണ്ടുമുട്ടാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു അത്ഭുതം തന്നെയല്ലേ? നിങ്ങളിത് ആരൊക്കെയത് കേൾക്കണമെന്ന് എനിക്കറിയില്ലല്ലോ. ഇപ്പം 1,00,000 ആളുകൾ കഴിഞ്ഞു ഫാത്തിഹ തന്നെ. അങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഒരു പക്ഷേ ഞാൻ മരിച്ചാലും ഇതൊക്കെ യൂട്യൂബിലുണ്ടാവും. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്താൽ സദഖത്തുൻ ജാരിയായിട്ട് അവിടെ കിടക്കും. ആരൊക്കെ കേട്ടൊന്നും അറിയില്ല. പക്ഷേ ഈ കേട്ടവരൊക്കെ ഒന്ന് കാണാൻ അള്ളാഹു ഭാഗ്യം ചെയ്തു തരട്ടെ. നിങ്ങൾ ആമീൻ പറയണേ. ആരൊക്കെ കേൾക്കുക അള്ളാഹു ആലം. സുമ്മലാ യമൂതു ഫീഹാ വലാ യഹ്യ. അവിടെ മരണമില്ല, ജീവിതം പിന്നെ ഇല്ലല്ലോ. ഇതന്നെയല്ലേ കത്തിക്കളന്ന നരകത്തിൽ ഇങ്ങനെ തീ ഇങ്ങനെ കരിഞ്ഞ് മരണത്തോട് മല്ലിട്ട് നിൽക്കാൻ മരണമില്ല അവിടെ. അപ്പം വേദന തിന്ന് ജീവിക്കന്നെ. വല്ലാത്തൊരു ജീവിതം തന്നെയാണ് നരകം എന്ന് പറഞ്ഞാൽ, ഭയാനകമായ ജീവിതം. എന്നിട്ട് പിന്നെ വിഷയം ഒന്ന് ട്വിസ്റ്റ് ചെയ്യാണ്. ഖദ് അഫ്ലഹ മൻ തസക്ക, തസ്കിയത്തുള്ളവൻ, ആത്മാവിനെ സംസ്കരിച്ചവർ. നമ്മൾ എന്ത് തെറ്റ് ചെയ്യുന്നതും നമ്മളുടെ ആത്മാവ് ഉൾക്കൊണ്ടിട്ടാണ്. നമുക്ക് ആത്മാവും മനസ്സും ബുദ്ധിയും ഉണ്ട്. ഇത് മൂന്നായിട്ട് തന്നെ കാണണം. ആത്മാവ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇതിന് ആത്മസംസ്കരണം ഉണ്ടാവണം. അപ്പോൾ അതല്ലേ മനസ്സ് വെച്ചാൽ അതെല്ലാം. നമ്മൾ ഒരു കാര്യം ചിന്തിക്കുന്നത്, തീരുമാനം എടുക്കുന്നത് ബുദ്ധിയിൽ നിന്നാണ്. ബുദ്ധിയാണ് ചിന്തകൾ. ബുദ്ധിമുട്ടായോ എന്ന് പറയില്ല. നമ്മൾ ബുദ്ധി കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ മനസ്സിലേക്കുള്ള ചിന്തകളെ ബുദ്ധിയാണ് കൈകാര്യം ചെയ്യുക. ബുദ്ധിക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല. നമ്മൾ ബുദ്ധി കൊണ്ട് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ, ഇപ്പോൾ ഒരാൾ ബുദ്ധിപരമായൊരു നീക്കം നടത്തുകയാണ്, അത് ചിലപ്പോൾ ബുദ്ധിപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ വേറെയുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ള ആയിരിക്കും, അയൽവാസികൾക്കോ ആർക്കെങ്കിലുമൊക്കെ പ്രയാസം ഉണ്ടാവും. പക്ഷെ അതിന് നമുക്ക് മനസ്സനുവദിച്ചില്ല.
കിട്ടിയില്ല നിങ്ങൾക്ക്? മനസ്സും ബുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം. ബുദ്ധിപരമായിട്ടുള്ള നല്ലൊരു നീക്കമായിരുന്നു, പക്ഷേ എൻ്റെ മനസ്സ് അതിനെ അനുവദിക്കുന്നില്ല, കാരണം അത് നീതി നിഷേധിക്കപ്പെടുന്നുവെന്ന്. ഇനി മനസ്സിലേക്ക് വരിക. മനസ്സ് ആത്മീയ സാന്നിധ്യം കൊണ്ടാണ് മനസ്സിന് എന്ത് ചെയ്യാൻ പറ്റുക? തസ്കിയത്ത് നടക്കുക. അപ്പോൾ ആത്മാവ് എന്നുള്ളത് വേറെ തന്നെയാണ്. അപ്പോൾ മനസ്സിൻ്റെ ഈ കൽബിൻ്റെ അകത്തുള്ള വസ്വാസുകൾ, ചിന്തകളെയൊക്കെ ആത്മീയ ശക്തി കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? പ്രതിരോധിക്കാൻ. അപ്പം ആത്മീയത എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളിൽ നിന്നാണ് വരുന്നത്. എന്ത് നല്ലത് ചിന്തിച്ചോ നമ്മൾ നല്ല വഴിയിലേക്ക് വരും. ഒരാൾ ചിന്തിക്കുകയാണ് ഇൻഷാ അല്ലാ എനിക്ക് സ്വർഗം വേണം, ഈ ദുനിയാവിൽ അള്ളാഹിൻ്റെ ദീനനുസരിച്ച് ജീവിക്കണം എന്ന് ചിന്തിക്കുന്നിടത്താണ് അയാളുടെ സംസ്കരണ പ്രക്രിയ ആദ്യം തുടങ്ങുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ശരീരത്തിൽ ഒരു അവയവമുണ്ട്, അത് നന്നായി നിങ്ങളുടെ ശരീരം നന്നായി. എന്ന് വെച്ചാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ണ് നന്നായി, പിന്നെ നല്ലതേ കാണൂ, പിന്നെ നല്ലതേ കേൾക്കൂ, പിന്നെ നല്ലതേ സംസാരിക്കൂ. ആ അവസ്ഥയിൽ തന്നെ തസ്കിയത്ത് ഉണ്ടാവണം, ആത്മസംസ്കാരം ഉണ്ടാവണം. അങ്ങനെ സംസ്കരിക്കാൻ ഒരു മനുഷ്യന് സാധിച്ചോ, എനിക്കും നിങ്ങൾക്കും സാധിച്ചോ, തെറ്റുകളെ പറ്റി ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക്, തെറ്റ് ചെയ്യാനുള്ള കണ്ണുകൊണ്ട് കണ്ണെടുക്കുന്ന സമയത്ത് ആ കാണാതിരിക്കാനുള്ള മനസ്സ്, ആ മനസ്സിലേക്ക് നമ്മുടെ ആത്മാവ് നമ്മൾ എത്തിക്കുന്നുണ്ടോ? ആ നാവ് കൊണ്ട് നമ്മൾ കുറ്റം പറയാൻ പോകുന്ന വ്യക്തിയെ പറയാതെ നമ്മുടെ മനസ്സിലേക്ക് അത് വിഴുങ്ങിക്കളെ. പറയേണ്ട നാവേ, അനങ്ങല്ല നാവേ, അത് പറയേണ്ട വിട്ടേക്ക്, അത് നിനക്ക് നിൻ്റെ പരലോകത്തേക്ക് നന്നാവില്ല എന്ന് ഒരു സംസ്കരണം. അത് നടത്തിയവൻ വിജയിച്ചു. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ മറ്റ് ആയത്തുകളുണ്ട്. വദക്കറ റസ്മ റബ്ബിഹി ഫസല്ല. അതുകൊണ്ട് നീ ചെയ്യേണ്ട പണി അള്ളാഹുവിനെ സ്മരിക്കുക, ദിക്ർ ചെയ്യുക, അള്ളാഹുവിനെ ഓർക്കുക, എന്നിട്ട് നിസ്കരിക്കുക. അപ്പോൾ ആത്മീയ സംസ്കരണത്തിൽ ഏറ്റവും പ്രധാന ഘടകം നിസ്കാരം എന്നുള്ളതിനെ കണക്ട് ചെയ്യുന്ന ഒരു വാക്കുകൂടെയാണിത്. അള്ളാഹിനെ ഈ ദക്കറസ്മ എന്ന് പറഞ്ഞാൽ, ദിക്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അറബ് വാക്കുകളുടെ നാവ് കൊണ്ടുള്ള അധമ ഉച്ചാരണമായിട്ട് മാറരുത് കേട്ടോ പ്രിയമുള്ളവരെ. ചില ആളുകളുടെയൊക്കെ ഈ എങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് അറിയില്ല. തസ്ബീഹ് മാലയും അല്ലെ കയ്യിലും ഇലക്ട്രിക് ആയിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. ഇത് വെച്ചിട്ട് 1000, 2000, 10,000 ഇങ്ങനെ ദിക്ർ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അതിങ്ങനെ പറഞ്ഞുകൊണ്ട്, യഥാർത്ഥത്തിൽ അത് ദിക്റാണ്, അള്ളാഹുവിൽ നിന്ന് പ്രതിഫലാർഹമായ കാര്യമാണ്, അതിലൊന്നും സംശയമില്ല, അതല്ല തർക്ക വിഷയം. പക്ഷേ അത് ചെയ്യുന്നതിൻ്റെ കൂടെ അവൻ ചെയ്യേണ്ട ദിക്ർ മറന്നുകൊണ്ട് ശരിയായ അള്ളാഹിൻ്റെ ദിക്ർ ദക്കറസ്മ എന്ന് പറഞ്ഞാൽ ശരിയായ അള്ളാഹുവിനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ? ഞാൻ പ്രധാനമായിട്ടൊരു ബിസിനസ് ചെയ്യാൻ പോകും, ഉദാഹരണം പറയാം. അപ്പോൾ എനിക്കൊരു ചെറിയൊരു തെറ്റ് ചെയ്താൽ മാത്രമേ എനിക്കെന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ബിസിനസ് അവിടെ മുന്നോട്ട് കൊണ്ടുപോകും. അവർ തെറ്റ് ചെയ്യുന്നത് വഴി കുറേ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും, എനിക്കറിയാം. അതറിഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ആ തെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവിടെ ഒരു സൈൻ ചെയ്ത് ഒരു സാധനം മാർക്ക് ചെയ്താൽ വലിയ തെറ്റാണ് ചെയ്യുന്നത്. അവിടെ 2 ലക്ഷം രൂപ എനിക്ക് കയ്യിൽ കിട്ടുകയും ചെയ്യും, വേറെ 2 കൂട്ടരുടെ സ്ഥലം അവിടെ പോവുകയും ചെയ്ത് കിട്ടും. അപ്പുറത്തെ പാവങ്ങളായ ഒരു വീട്ടുകാരുടെ സ്ഥലം അങ്ങോട്ട് പോവുകയും ചെയ്യും. നമ്മൾ ബിസിനസ് ചെയ്യാൻ പോകുന്ന ആ പ്രോപ്പർട്ടിയിൽ, ആ സ്വത്തിൽ. അത് ചെയ്യാതെ എനിക്ക് അവിടെ ബിസിനസ് ചെയ്യാനും കഴിയില്ല. അവരെ ചതിക്കുകയാണ് ഞാൻ എന്ന ബോധത്തോടുകൂടെ ഞാൻ അവിടെ ഒപ്പിട്ട് അത് എഴുതുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് അള്ളാഹുവിനെ ഓർമ്മ വരികയാണ്. അതാണ് അള്ളാഹിൻ്റെ ഓർമ്മ. അല്ലാതെ ഇങ്ങനെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലല്ല. അത് പറയണ്ടെന്നല്ല പറഞ്ഞത്, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത് പറയുന്നതിനേക്കാൾ പ്രധാനം നിത്യജീവിതത്തിൽ ഗീബത്ത് പറയുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുമ്പോൾ, മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഹനിക്കുമ്പോൾ, ജാസൂസ് നടത്തുമ്പോൾ നാവ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഏറ്റവും വലിയ അപകടങ്ങൾ ഒരു പക്ഷേ നാവ് കൊണ്ട് തന്നെയാണ്. മനുഷ്യന്മാർക്കിടയിൽ അത് അകൽച്ചുണ്ടാക്കുന്ന, അത് ഇന്ന് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചിട്ട് യൂട്യൂബിലാവട്ടെ, അത് ഫേസ്ബുക്കിലാവട്ടെ, അത് ഇൻസ്റ്റയിലാവട്ടെ, വാട്സപ്പിലാവട്ടെ, നമ്മൾ ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എഴുതി വിടുന്നതൊക്കെ എത്രത്തോളം ആളുകൾക്ക് വേദന ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ആസാറുകൾ, അതിൻ്റെയൊക്കെ അനന്തര ഫലങ്ങൾ അതൊക്കെ നമ്മൾ അനുഭവിച്ച് നമ്മളെയും കൊണ്ടേ പോവുള്ളൂ. പറയുള്ളവരെ വളരെ സൂക്ഷിച്ച് വേണം നാവിനെടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് ദക്കറസ്മ, അള്ളാഹുവിന് ഉള്ള സ്മരണയിലുള്ളൊരു ജീവിതമാവുക. ഉറക്കത്തിൽ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഉറക്കമൊഴികെ കണ്ണ് തുറന്ന് പിന്നെ കണ്ണടക്കുന്നവരെയുള്ള സന്ദർഭം അള്ളാഹിൻ്റെ ദിക്റിലാവുക എന്ന് വെച്ചാൽ അള്ളാഹിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ. എന്നാൽ നമ്മുടെ പ്രശ്നം എവിടെ കിടക്കും? ഇത് നമ്മളെ പറ്റി തന്നെ പറയണം കേട്ടോ, വേറെ ആരെ പറ്റിയല്ല. ഇത് എന്നെ പറ്റി നിങ്ങളെ പറ്റിയാണ് പറയുന്നത്. അങ്ങനെ തന്നെ കാണാം. കാഫിറുകളെ നിങ്ങൾ കൂട്ടുപിടിക്കല്ലേ, മുശ്രിക്കുകളെ കൂട്ടുപിടിക്കല്ലേ, നമ്മളെ തന്നെ ആയിട്ട് നമ്മൾ വിചാരിക്കുക. ബൽ തുസിറൂനൽ ഹയാ. നമ്മുടെ പ്രശ്നം ഹയാത്ത ദുനിയ, ദുനിയാവിൽ അങ്ങോട്ട്
ദുനിയാവിൽ ജീവിക്കണ്ടെന്നല്ല, നിങ്ങൾ പ്രയോറിറ്റി ദുനിയാവായിട്ട് മാറുകയാണ്. പ്രയോറിറ്റി ദുനിയാവിലേക്കായിട്ട് മാറുകയാണ്. ഒരു ചെറിയ ഉദാഹരണം പറയാം. സ്കൂളിൽ ഒരു PTA മീറ്റിംഗ് വിളിച്ചാൽ നമ്മൾ വളരെ പ്രാധാന്യത്തോടെ പോകും. മദ്രസയിൽ വിളിച്ചാലും പോയില്ല എന്ന് വരും. അല്ലാത്തവരും ഉണ്ടാവേ. സ്കൂളിലെ എക്സാം നടക്കുന്ന സമയത്ത് മദ്രസേനോട് ഒഴിവാക്കിക്കാളും. ഒരാഴ്ച മദ്രസ പോകണ്ട മോനെ, എക്സാം അല്ലേ സ്കൂളിൽ. ഏതെങ്കിലും ആൾ സ്കൂളിലെ മദ്രസയിലെ എക്സാമിന് വേണ്ടി സ്കൂൾ ഒഴിവാക്കാറുണ്ടോ? അതൊരു പ്രയോറിറ്റി കൊടുത്താണ്. ദുനിയാവും വേണം പരലോകം വേണം എന്നുള്ളത് പ്രയോറിറ്റിയാണത്. നമ്മളൊരു യാത്ര പോകുമ്പോൾ നിസ്കരിച്ചിട്ട് പോയാൽ മതി. അടുത്തൊക്കെ പള്ളിയുണ്ട്, നാട് കയറി നിസ്കരിക്കുക. യാത്രക്കാർക്ക് ഇളവുണ്ട് അങ്ങനെയുള്ള യാത്രയാണെങ്കിൽ. ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അങ്ങനെയുള്ള യാത്രയാണ്. എല്ലാ മുക്കിലും പള്ളിയാണ്. അപ്പോൾ ഒന്ന് വണ്ടി സൈഡാക്കാൻ എത്രയോ പാർക്കിംഗ് സൗകര്യമുള്ള പള്ളികൾ അവിടെ അല്ലേ, കോടികൾ മുടക്കിയിട്ട് തന്നെ റോഡ് സൈഡിൽ നമ്മളൊക്കെ കണ്ടിട്ടും കൂടി തന്നെയാണ് അതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒന്ന് ഇറങ്ങി നിസ്കരിക്കുക, എല്ലാവർക്കും സൗകര്യം. ഇപ്പോൾ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുള്ള പള്ളികൾ തന്നെ മിക്ക പള്ളികളും റോഡ് സൈഡിൽ കാണാം. അപ്പോൾ ഒന്ന് അവിടെ വണ്ടി സൈഡാക്കിയിട്ട് എല്ലാവരും നിസ്കരിക്കുക മാത്രമല്ലല്ലോ, ശാരീരികമായിട്ടും പിന്നെ നമുക്ക് ഒന്ന് ബാത്റൂമിൽ പോകാനും ഒന്ന് റിലാക്സ് ചെയ്യാനും മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് പിന്നെ യാത്ര തുടങ്ങും. എന്ത് റാഹത്താണ്. പക്ഷേ നമ്മളെ തിരക്ക് ദുനിയാവാണ് പ്രശ്നം. നമ്മൾ വേടെത്തുക, നമ്മൾ ഫസ്റ്റ് അടുത്തണം, അങ്ങനെയാണ് പറഞ്ഞിട്ട് പോവുക. എന്നിട്ട് അവിടെ ഫസ്റ്റ് എത്തില്ല, ഏതെങ്കിലും ബ്ലോക്ക് പെട്ട് കിടക്കുകയും ചെയ്യും. ആ യാത്രയിലെ ബർക്കത്തല്ലങ്ങ് എടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് സംഭവിക്കുക. യാത്രക്കിടയിൽ നിർബന്ധമായിട്ട് നിസ്കരിക്കണം എന്നല്ല പറഞ്ഞ്, യാത്രക്കാർക്ക് ഇളവുണ്ട്, പക്ഷെ അത് വിളവാക്കരുത് എന്നേ ഉള്ളൂ. നമുക്ക് പറ്റുന്ന റാഹത്താണെങ്കിൽ ഇടം കയറി നിസ്കരിച്ചുകൂടെ? നമ്മൾ സ്വന്തമായിട്ട് കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്ത് ബുദ്ധിമുട്ടാണ് നമുക്ക് ഇന്നത്തെ കാലത്തുള്ളത്. ആരെയും പേടിക്കാണ്ടോ? എന്ത് നല്ല സൗകര്യങ്ങളുള്ള പള്ളികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വിഷയമാണ്. അപ്പോൾ ദുനിയാവായിട്ട് പ്രയോറിറ്റി, ദുനിയാവാണ് നമ്മളെ പ്രാധാന്യം. അതാണ്, അതിലേക്കായിട്ട് വീണ് പോവുകയാണ്. ദുനിയാവ് ഇങ്ങോട്ട് വാരിയിട്ട് മതിയാവണില്ല. ഈ അവസ്ഥയിലേക്ക് നമ്മുടെയൊക്കെ മനസ്സെത്തുമ്പോൾ നമ്മൾ പ്രയോറിറ്റി അതിലേക്ക് പോകും. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ദുനിയാവ് ഇങ്ങോട്ട് കിട്ടണം, പൈസ ഉണ്ടാക്കണം, പിന്നെയും കിട്ടണം, അവിടുന്ന് ഇങ്ങോട്ട് വലിക്കാണ്ട് ഇങ്ങോട്ട് എടുക്കണം. ഈ ഒരു ചിന്ത നമ്മൾ എത്തിക്കുന്നത് യഥാർത്ഥത്തിൽ പറഞ്ഞ ജഹന്നം നരകത്തിലേക്ക് നമ്മളെ ചിന്തകൾ കൊണ്ടുപോകുന്നത്. വല്ലാഖിറത്തു ഖൈറും വഅബ്ഖ. നിങ്ങൾക്ക് ഖൈർ പരലോകമാണ്. നിങ്ങളത് മനസ്സിലാക്കണം. അല്ലാഹ് പറയാം നമ്മളോട്, എന്നോടും നിങ്ങളോടും പറയാം, നിങ്ങൾക്ക് ഇതിനേക്കാൾ അത്യുത്തമമായ സ്വർഗ്ഗലോകം കിട്ടാൻ നിങ്ങൾ ഈ ദുനിയാവിന് വേണ്ടിയിട്ട് ജീവിതം മുഴുവൻ വേസ്റ്റ് ആക്കില്ല. നമുക്ക് ഒറ്റ നോട്ടത്തിൽ സ്വതക്ക ചെയ്യുന്ന ആൾക്കിപ്പം നഷ്ടമല്ലേ? നമ്മളടുത്ത് 10,000 ഉണ്ട്, ഒരാൾ ചോദിച്ചു വരും, നമ്മളവിടെ കൊടുക്കണം. 1,000 ചോദിച്ചുകൊണ്ട് അവിടെ കൊടുക്കണം. അവിടെ പോയില്ല, 9,000 ആയില്ല നമ്മുടെ കയ്യിൽ പൈസ ഇവിടെ നിന്ന് നഷ്ടമായില്ല, മൈനസായില്ലേ? നിങ്ങൾ പേടിക്കണ്ട, പോട്ടെ, അത് നമുക്ക് ഉള്ളതാണത്. നമുക്ക് ഏടി നഷ്ടമല്ല അത്. അത് നമ്മുടെ നീയത്ത് അതിലേക്ക് ബന്ധപ്പെടുത്തണേ. അള്ളാഹുവിലേക്കുള്ള നീയത്ത് ചെയ്തിട്ട് വേണം പൈസ കൊടുക്കാൻ. അങ്ങനെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ അത് അള്ളാഹു നിങ്ങൾക്ക് തരും. അത് ദുനിയാവിലും തരും, പരലോകത്തും തരും. ഒരു പേടിയും പേടിക്കണ്ട. ഇന്ന ഹാദാ ലഫി സുഹഫിൽ ഊല. ഇതൊക്കെ തന്നെയാണ് മുമ്പത്തെ വേദങ്ങളൊക്കെ പഠിപ്പിച്ചത്. അതെല്ലാ വേദങ്ങളും മുമ്പ് കഴിഞ്ഞു പോയ സമുദായങ്ങൾ, അത് അറബിയിലൊന്നും അല്ല, അറബി ഹിബ്രു ഭാഷയിലും മറ്റു പല ഭാഷകളിലും ഇറങ്ങിയിട്ടുള്ള പ്രവാചകന്മാരും വേദങ്ങളും ലോകത്തിൻ്റെ നാനാഭാഗത്തും പ്രവാചകന്മാർ വന്നിട്ട് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, കേരളത്തിൽ വന്നിട്ടുണ്ടാവണം. അതുപോലെ വന്നിട്ടുള്ള പ്രവാചകന്മാർ അതൊന്നും ഖുർആനിൽ പറഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ അനുമാനിക്കണം. ഇങ്ങനെ പറയുമ്പോൾ ലോകത്തെല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ടല്ലോ അള്ളാഹിൻ്റെ വേദവും വെളിച്ചമൊക്കെ. ആ പ്രവാചകന്മാർ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ വന്നതിൻ്റെ ഭേദങ്ങളുടെ അനുബന്ധങ്ങളായിരിക്കാം ഇന്ത്യയിലും കേരളത്തിലൊക്കെ കാണുന്ന പല പ്രവാചകന്മാരുടെയും പല മഹത്തുക്കളുടെയും പേരുകളെന്ന് ഒരുപക്ഷെ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. പക്ഷേ പരലോകത്ത് ചിലപ്പോൾ നമ്മൾ ഞെട്ടിപ്പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം ചിലപ്പോൾ അങ്ങനെയും സംഭവിക്കാം. ഇന്ന ഹാദ ലഫി, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്ന ഹാദ ലഫി സുഹഫിൽ ഊല. ഇതിൻ്റെ മുമ്പുള്ള വേദഗ്രന്ഥങ്ങളൊക്കെ പറഞ്ഞത് ഈ വിഷയം തന്നെയാണ്. സുഹഫി ഇബ്രാഹിം വ മൂസ അലൈഹി സ്വലാമിൻ്റെയും തൊട്ടു മുമ്പുള്ളതാണ് ഇവിടെ ഇപ്പോൾ ഉദ്ദേശിച്ചത് കേട്ടോ. ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെയും സുഹഫി ഇബ്രാഹിമ വ മൂസ, ഇബ്രാഹിം നബിയുടെ വേദഗ്രന്ഥങ്ങളിലും അതായത് പിന്നെ മൂസ അലൈഹി സ്വലാമിൻ്റെ തൗറയിലും. ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ വേദഗ്രന്ഥം ഏതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു എന്ന് വെച്ചാൽ ആ പ്രവാചകത്വമായിരിക്കാം. ഒരു വേദഗ്രന്ഥമായി ഇതുപോലെ മുസ്ഹഫായിട്ടൊന്നും പിന്നെ രേഖപ്പെടുത്തപ്പെട്ടില്ല. ഇഞ്ചിലാവട്ടെ അതൊക്കെ അതാത് കാലഘട്ടത്തിലേക്കും അതാത് നാട്ടിലെയും വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയും ഒക്കെ ഉണ്ടായിരുന്ന, അത് ലോകാവസാനം വരെയുള്ള മനുഷ്യന്മാർക്ക് മാർഗദർശക ഗ്രന്ഥമായിട്ടല്ല മൂസ അലൈഹി സ്വലാമിൻ്റെയും ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെയും വേദഗ്രന്ഥങ്ങളൊന്നും വന്നിട്ടുള്ളത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു തസ്കിയത്ത്, അതായത് ഈ സൂറത്തിൻ്റെ കണ്ടൻ്റായ ഒരു പാർട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം, ആകാശഭൂമികളൊക്കെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് അതിൻ്റെയൊക്കെ പരിപാലിച്ച് അതിൻ്റെ നാശവും കാര്യങ്ങളൊക്കെ അള്ളാഹ് ചെയ്യുന്നുണ്ടെങ്കിൽ നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നീ നബിയാണ്, അള്ളാഹു നബിയോട് പറയുന്ന വാക്കാണ്. അതായത് ഇത് ഞാൻ ഓതിത്തരും, നീ വിഷമിക്കേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം. അള്ളാഹു ഉദ്ദേശിച്ചാലല്ല അതൊന്നും മറന്നു പോകുന്നില്ല. അതുകൊണ്ട്
ഉത്ബോധനം നമ്മളോടുള്ള ബാധ്യത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാത്രമല്ല നമ്മളുള്ള ബാധ്യതയും കൂടിയാണ് നമ്മൾ ഈ ഉത്ബോധനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യം നമ്മൾ ഖദ് അഫ്ലഹൽ നമ്മുടെ തസ്കിയത്ത് എന്ത് ചെയ്യുക ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ സ്വയം ശുദ്ധീകരിക്കാൻ, നമ്മൾ നന്നാവാൻ സ്വയം ശ്രമിച്ചുകൊണ്ടിരിക്കുകയും മറ്റുള്ളവരെ നന്നാക്കാനുള്ള ഉത്ബോധനം, മറ്റുള്ളവർ തന്നെ സ്വന്തം ഭാര്യ, മക്കൾ, വീട്ടുകാർ, ഇവിടുന്ന് തുടങ്ങുന്നുണ്ട് കേട്ടോ. ദീനീ പ്രവർത്തനം തുടങ്ങേണ്ടത് നാട്ടിൽ നിന്നല്ല, കുടുംബത്തിൽ നിന്ന് തന്നെ. കുടുംബത്തിലുള്ള ആളുകൾ നിരന്തരമായ ഉത്ബോധനം മടുക്കരുത് കേട്ടോ. ഈ ഉപദേശമായി പോരുത് ഉത്ബോധനം തീർച്ചയായിട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഉത്ബോധന പ്രവർത്തനങ്ങൾ നമ്മൾ മുഴുകിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ആ ഒരു പ്രവർത്തനത്തിൻ്റെ വഴിയിൽ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പാരത്രിക ലോകത്തെ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുക എന്നുള്ള കാര്യം നമ്മളോട് ഓർമ്മപ്പെടുത്തുന്ന സൂറത്ത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം വെള്ളിയാഴ്ചകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഓതിക്കൊണ്ടിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിന് കെട്ടിപ്പിടിച്ച് ദുനിയാവിലേക്ക് ഊളിയിട്ട് പോവാതെ ത്യാഗം ചെയ്യാനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കാനും നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. ആ വഴിയിൽ ഉന്നതമായ അംബിയാ മുർസലുകളുടെ, പ്രവാചക പുങ്കവന്മാരുടെ, സ്വാലിഹീങ്ങളായ അവരുടെ വഴിയിൽ നമ്മളെയും അള്ളാഹു ഉൾപ്പെടുത്തണേ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ യാ റബ്ബൽ ആലമീൻ.